ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 7-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഒരു ഒറ്റ വോളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് സ്വന്തമാകുന്നത്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കാത്തവർ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് വാങ്ങി, ഈ ഒരു റാങ്ക് ഫയൽ വാങ്ങി അതിനുവേണ്ടി പഠിച്ചു തുടങ്ങുക. നമുക്ക് ഈ വർഷത്തെ LGS എക്സാം വഴി നമുക്കൊരു ഗവൺമെൻറ് ജോലി ഉറപ്പായും നേടിയെടുക്കേണ്ടതാണ്. ഇപ്പോൾ ഓഫർ പ്രൈസോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു LGS റാങ്ക് ഫയൽ വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസോട് കൂടി LGS റാങ്ക് ഫയൽ വാങ്ങുവാനായിട്ട് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായിട്ടുള്ള കമ്മീഷൻ, ആ ഒരു കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ആരെന്നാണ് ഓർത്തു വെക്കാം. CN രാമചന്ദ്രൻ നായരാണ്. ആരാണ്? CN രാമചന്ദ്രൻ നായരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു കമ്മീഷന്റെ ചെയർമാനാണ് നമ്മൾ നോക്കിയത്. ഏത് കമ്മീഷനാണെന്ന് ഓർത്തു വെക്കുക. എന്താ? മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമ്മീഷനുണ്ട്. ആ കമ്മീഷന് വേണ്ടിയിട്ടുള്ള ചെയർമാനെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആരാണ് ചെയർമാനായിട്ട് നിയമിതനായത്? CN രാമചന്ദ്രൻ നായരാണ് ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത്. ഇനി ഈ ഒരു കമ്മീഷനിലെ പുതിയതായിട്ട് വന്നിട്ടുള്ള അംഗങ്ങളെ കൂടി നമുക്ക് പഠിക്കാം. അപ്പോൾ 2 കമ്മീഷൻ അംഗങ്ങളാണ് ഉള്ളത്. അവരുടെ പേര് കൂടി ഓർത്തു വെക്കുക. സെബാസ്റ്റ്യൻ ചൂണ്ടൽ. ആരാണ്? സെബാസ്റ്റ്യൻ ചൂണ്ടൽ. അതേപോലെ G രതികുമാർ എന്നിവരാണ് എന്താ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് നിയമിതനായിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, ചെയർമാനായിട്ടുള്ളത് CN രാമചന്ദ്രൻ നായരാണ്. അതേപോലെ അംഗങ്ങളായിട്ട് ഈ ഒരു കമ്മീഷനിലെ അംഗങ്ങളായിട്ട് നിയമിതനായിട്ടുള്ളത് സെബാസ്റ്റ്യൻ ചൂണ്ടലും അതേപോലെ G രതികുമാറുമാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതെന്നാണ്. ഓർത്തു വെക്കാം, കോട്ടയ്ക്കലാണ്. ഏതാണ്? കോട്ടയ്ക്കൽ നഗരസഭയാണ്. എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. 100% അർബുദ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരസഭയാണ് ഏതാണ്? കോട്ടയ്ക്കൽ നഗരസഭ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു അർബുദ സാക്ഷരത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, അർബുദ രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി മനസ്സിലാക്കിയിരിക്കേണ്ടത് എന്നാണ് നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ കാലഘട്ടത്തിൽ എന്താണ്, ഈ ഒരു രോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഒരു രോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി അറിഞ്ഞു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സാക്ഷരത നേടിയിട്ടുള്ള ആദ്യ നഗരസഭയായിട്ട് മാറിയിരിക്കുകയാണ് കോട്ടയ്ക്കൽ നഗരസഭ. ഇനി ഇത് സാധ്യമായത് എങ്ങനെയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ക്യാൻ കെയർ ഫൗണ്ടേഷന്റെയും അതേപോലെ ഈ ഒരു നഗരസഭയുടെയും പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ അർബുദ സാക്ഷരത കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ എന്താണ് 100% ആദ്യമായിട്ടാണ് 100% അർബുദ സാക്ഷരത നേടുന്ന ഒരു നഗരസഭയാവുന്നത്. ഏത് നഗരസഭയാണെന്ന് ഓർത്തു വെക്കുക. കോട്ടയ്ക്കൽ നഗരസഭയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. അടുത്തിടെ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ 100 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച പൊതുമേഖലാ ബാങ്ക് ഏതെന്നാണ്. ഓർത്തു വെക്കാം, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് അടുത്തിടെ ഒരു ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ 100 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ചിട്ടുള്ള പൊതുമേഖലാ ബാങ്കാണ്. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SBI എന്നുള്ള ബാങ്ക്. അപ്പോൾ SBI ബാങ്ക് നമുക്കറിയാമല്ലേ, നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യം ഇമ്പീരിയൽ ബാങ്ക് ആയിട്ടാണ് സ്ഥാപിതമായത്. അതിനുശേഷമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാങ്കാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. 2025 ജൂലൈ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു ബാങ്കിന്റെ ഏറ്റവും ഉയർന്ന അറ്റ ആദായം, അതായത് നെറ്റ് പ്രോഫിറ്റ് നേടിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാലയളവ് കൂടി നമുക്കൊന്ന് ഓർത്തു വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ അടുത്തിടെ 100 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച പൊതുമേഖലാ ബാങ്ക് ഏതാണ്? SBI ആണ്. അടുത്തത് ഒരു ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. 44ാമത് ഔലോ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത് ഫിലിം ഫെസ്റ്റിവൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, സ്കൂൾ ചലേഹം. എന്താണ്? സ്കൂൾ ചലേഹം എന്നുള്ള ചിത്രമാണ്. അപ്പോൾ എന്താണ് ഈ ചിത്രത്തിന്റെ പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. 44ാമത് ഔലോ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത് ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒരു ചലച്ചിത്ര മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ സിനിമയാണ് എന്താണ്? സ്കൂൾ ചലേഹം എന്നുള്ള ചിത്രം. അപ്പോൾ കേരളവും മറികടന്ന് ഇന്ത്യയും മറികടന്ന് ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ചിത്രമാണ് സ്കൂൾ ചലേഹം എന്നുള്ള ഈ ഒരു ചിത്രം. ഫിലിപ്പൈൻസിലാണ് ഈ ഒരു ചലച്ചിത്രമേള നടക്കുന്നത് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ ചലച്ചിത്ര സംവിധായകൻ ആരാണെന്ന് കൂടി നമുക്ക് പഠിച്ചു വെക്കാം. എന്താണ്? സ്കൂൾ ചലേഹം എന്നുള്ള സിനിമയുടെ സംവിധായകൻ ആരാണ്? EG ശ്രീകാന്ത് ആണ്. ആരാണ്? EG ശ്രീകാന്ത് ആണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമയുടെ പേര് ഓർത്തു വെക്കുക. സ്കൂൾ ചലേഹം എന്നുള്ള സിനിമയാണ്
തന്നെയാണ് എന്താണ് 44ാമത് ഔലോ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത് ഫിലിം ഫെസ്റ്റിവലിലേക്ക് മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ സിനിമയാണിത്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി സ്റ്റാർലിങ്കുമായി കരാർ ഒപ്പിട്ട ആദ്യ സംസ്ഥാനം ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, മഹാരാഷ്ട്രയാണ് എന്താണ് ഈ ഒരു സ്റ്റാർലിങ്കുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഗവൺമെന്റിന്റെ സർവീസിന് വേണ്ടിയിട്ട്, സർക്കാരിന്റെ സർവീസിന് വേണ്ടിയിട്ടും അതേപോലെ ഗ്രാമപ്രദേശങ്ങളിലുമൊക്കെ ഈ ഒരു ഉപഗ്രഹ അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ആരുമായിട്ടാണ് സൈൻ ചെയ്തത്? സ്റ്റാർലിങ്കുമായിട്ടാണ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കരാർ ഒപ്പിട്ട ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ മഹാരാഷ്ട്രയാണ് എന്താണ് ഈ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം. ഇനി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം. എന്താണ്? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് എന്താണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി. അപ്പോൾ മഹാരാഷ്ട്രയും സ്റ്റാർലിങ്കുമായിട്ട് കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. നമുക്കറിയാം സ്റ്റാർലിങ്കുമായി ബന്ധപ്പെട്ട് സ്റ്റാർലിങ്ക് ഇങ്ങനെ ഒരു ഉപഗ്രഹാധിഷ്ഠിത ഇന്റർനെറ്റ് സേവനം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് എന്നതിനെ പറ്റിയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ പോയിന്റ് കൂടി കൂട്ടിച്ചേർത്ത് വെക്കുക. ഈ ഒരു കരാറിലിട്ട് ആദ്യമായിട്ട് ഒപ്പുവെച്ചിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു വാർഷികവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആണ്. 2025 രൂപീകൃതമായതിന്റെ 100ാം വാർഷികം ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആഘോഷിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഓർത്തു വെക്കുക, 2025 എന്താണ് 100ാമത്തെ വാർഷികമാണ് ആഘോഷിക്കുന്നത്. ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത് എന്നാണ്? 1925ലാണ്. 1925 നവംബർ 7-നാണ് സ്ഥാപിതമായത്. എന്താണ്? ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആണ് സ്ഥാപിതമായത്. അതിനുശേഷം 2008 എന്താണ് ഇതിന്റെ പ്രവർത്തനം അവസാനിക്കുകയുണ്ടായി. 2008 ഇത് മാറുകയും അതേപോലെ 2009 ഇതിന് പകരമായിട്ട് ഈ ഒരു സംഘടനയ്ക്ക് പകരമായിട്ട് ഹോക്കി ഇന്ത്യ, നിലവിലെ സംഘടനയായിട്ടുള്ള ഹോക്കി ഇന്ത്യ സ്ഥാപിതമാവുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷന് പകരമായിട്ട് എന്താണ് ഹോക്കി ഇന്ത്യ വരികയുണ്ടായി. അത് ഏത് വർഷമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അത് 2009ലാണ്. എന്നാൽ ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത് 1925 എന്താണ് നവംബർ 7-നാണ്. അപ്പോൾ നമ്മൾ ഇതിൽ ഓർത്ത് വെക്കേണ്ടത് ഇന്ത്യൻ ഹോക്കിക്ക് വേണ്ടിയിട്ട് എന്താണ് ആദ്യമായിട്ട് ഒരു ഫെഡറേഷൻ സ്ഥാപിതമായി. അപ്പോൾ അതിനുശേഷം ആ ഒരു ഫെഡറേഷന് പകരമായിട്ട് മറ്റൊരു ഫെഡറേഷൻ വന്നു, മറ്റൊരു ഓർഗനൈസേഷൻ വന്നു. അപ്പോൾ ഇതിന്റെ എല്ലാം കൂടി ആകെ കൂടി നോക്കുകയാണെങ്കിൽ 100 വർഷം തികഞ്ഞിരിക്കുകയാണ് 2025 ആയപ്പോഴേക്കും. ഇനി ഹോക്കി ഇന്ത്യ എന്നുള്ള ആ ഒരു ഫെഡറേഷന്റെ ആ ഒരു സംഘടനയുടെ ആസ്ഥാനം എവിടെയാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ന്യൂഡൽഹിയാണ് ആസ്ഥാനമായിട്ട് വരുന്നത്. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് എന്താണ്? 2025 രൂപീകൃതമായതിന്റെ 100ാം വാർഷികം ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആഘോഷിച്ചു. എന്നാണ് സ്ഥാപിതമായതെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ സ്ഥാപിതമായത്? 1925 നവംബർ 7-ാം തീയതിയാണ്. അത് കഴിഞ്ഞിട്ട് എന്താണ് 2008 ഇതിന്റെ പ്രവർത്തനം അവസാനിക്കുകയും ഇതിന് പകരമായിട്ട് 2009 പുതിയ ഒരു യൂണിറ്റ് വരികയാണ്. അതാണ് ഹോക്കി ഇന്ത്യ. അങ്ങനെ കണക്കാക്കുമ്പോൾ ആകെ 100 വർഷമായിരിക്കുകയാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. ന്യൂയോർക്കിന്റെ ആദ്യ മുസ്ലിം മേയർ ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കാം, സൊഹ്റാൻ മംദാനിയാണ്. ആരാണ്? സൊഹ്റാൻ മംദാനിയാണ് എന്താണ് ന്യൂയോർക്കിന്റെ ആദ്യത്തെ മുസ്ലിം മേയർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക, ന്യൂയോർക്കിന്റെ ആദ്യത്തെ മുസ്ലിം മേയർ ആയിരിക്കുന്നത് ആരാണ്? അത് സൊഹ്റാൻ മംദാനിയാണ്. ഇനി അദ്ദേഹത്തിന് ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ന്യൂയോർക്കിന്റെ ആദ്യത്തെ ഇന്ത്യൻ വംശജനായിട്ടുള്ള മേയർ കൂടിയാണ് അദ്ദേഹം. എന്താണ് ഈ ഒരു പൊസിഷനിലേക്ക് വരുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജൻ കൂടിയാണ്. ആരാണ്? സൊഹ്റാൻ എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അപ്പോൾ എന്താണ് പറഞ്ഞത്? ആദ്യത്തെ മുസ്ലിം ആണ്, അതേപോലെ ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ്. ഇനിയൊരു മറ്റൊരു പ്രത്യേകത പറയുന്നത് ഈ ഒരു പൊസിഷനിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്താണ്? ന്യൂയോർക്കിന്റെ മേയർ ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയും കൂടിയാണ്. ആരാണ്? സൊഹ്റാൻ മംദാനി എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അദ്ദേഹം ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര സംവിധായകയായിട്ടുള്ള മീര നായരുടെയും അതേപോലെ കൊളംബിയ സർവകലാശാല അധ്യാപകനും അതേപോലെ ഇന്ത്യൻ വംശജനുമായിട്ടുള്ള മഹമ്മൂദ് മന്ദാനിയുടെയും മകനാണ്. ആരാണ്? സൊഹ്റാൻ മന്ദാനി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള ബന്ധം എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ന്യൂയോർക്കിന്റെ ആദ്യത്തെ മുസ്ലിം മേയർ ആയിരിക്കുന്നത് ആരാണ്? സൊഹ്റാൻ മംദാനിയാണ്. ഇനി ഒരു ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അടുത്തിടെ ഫിലിപ്പീൻസിൽ വീശിയ ചുഴലിക്കാറ്റ് ഏതെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, കൽമേഗി എന്നുള്ള ചുഴലിക്കാറ്റാണ്. എന്താണ്? കൽമേഗി എന്നുള്ള ചുഴലിക്കാറ്റാണ്. ഏത് രാജ്യത്താണ് വീശിയത്? എന്താണ് കൂടുതൽ ബാധകമായിട്ടുള്ളത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. ഫിലിപ്പീൻസിലാണ്. 2025 അവസാനമാകുമ്പോഴേക്കാണ് ഈ ഒരു ചുഴലിക്കാറ്റ് ഫിലിപ്പീൻസിൽ വീശുന്നത്. അപ്പോൾ കൽമേഗി എന്നുള്ള ചുഴലിക്കാറ്റാണ് വീശിയത്.
ഇനി മറ്റൊരു കരാറുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? ഓർത്തു വെക്കാം, ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലും അതേപോലെ ഇന്ത്യയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കരാറാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ ബന്ധങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ബന്ധം ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇന്ത്യയും അതേപോലെ ഇസ്രായേലും ചേർന്നിട്ടാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. അരുണാചൽ പ്രദേശാണ് വേദിയായി വരുന്നത്. എന്തിന്റെ വേദിയാണെന്ന് ഓർത്തു വെക്കുക? പൂർവി പ്രജന്ത് പ്രഹാർ സംയുക്ത അഭ്യാസത്തിന്റെ വേദിയാണ്. എവിടെയാണ് വേദിയാവുന്നതെന്ന് ഓർത്തു വെക്കുക? അരുണാചൽ പ്രദേശാണ് ഈ ഒരു സംയുക്ത അഭ്യാസത്തിന്റെ വേദിയാവുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ പേര്? പൂർവി. ഓർത്തു വെക്കുക, പൂർവി പ്രജന്ത് പ്രഹാർ. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്താണ്? 3 എണ്ണം ഉണ്ട്. 3 സേനകൾ ചേർന്നിട്ടാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് പഠിക്കുക. നമ്മുടെ ഇന്ത്യയുടെ കര, നാവിക, വ്യോമ സേനകൾ ചേർന്നിട്ട് നടത്തുന്ന ഒരു അഭ്യാസമാണ് സംയുക്ത അഭ്യാസമാണിത്. അപ്പോൾ ഈ ഒരു അഭ്യാസത്തിന്റെ വേദി എവിടെയാണെന്ന് ഓർത്തു വെക്കുക? അരുണാചൽ പ്രദേശിലാണ് നടക്കുന്നത്. ഇനി ഒരു കപ്പലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 2025 നവംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രാഫിക് കപ്പൽ ഏതെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, INS ഇക്ഷക ആണ്. ആരാണ്? INS ഇക്ഷക ആണ് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് കമ്മീഷൻ ചെയ്യുന്നത്? കൊച്ചിയിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. കൊച്ചിയിലെ ഒരു നേവൽ ബേസിലാണ് കമ്മീഷൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണ്? അത് ദിനേശ് കെ ത്രിപാഠിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു കമ്മീഷനിങ് നടക്കുന്നത്. എവിടെ വെച്ചാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക, കൊച്ചിയിലാണ് നടക്കുന്നത്. അപ്പോൾ ഏത് ഷിപ്പാണ്? INS. ഓർത്തു വെക്കുക, INS ഇക്ഷക ആണ്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഇന്ത്യൻ നാവികസേനയുടെ ഒരു ഹൈഡ്രോഗ്രാഫിക് കപ്പലാണിത്. ഇനി ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിംസ് അവസാനിച്ചിരിക്കുകയാണ് എങ്കിൽ ഇതിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയിരിക്കുന്ന രാജ്യം ഏതാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ചൈനയാണ് ഈ ഒരു മത്സരത്തിൽ ഒന്നാമതെത്തിയിരിക്കുന്നത്. മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ചൈനയാണ്. ഏത് ഗെയിംസിലാണെന്ന് ഓർത്തു വെക്കുക? ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025. ഇനി രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാനാണ് രണ്ടാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. മൂന്നാം സ്ഥാനത്തുള്ളത് കസാക്കിസ്ഥാനാണ്. കസാക്കിസ്ഥാനാണ് മൂന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് കൂടി നമുക്ക് നോട്ട് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യ 6ാം സ്ഥാനത്താണ് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 6 ആണ്. ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 ഇന്ത്യ 6ാം സ്ഥാനത്താണ് വന്നിട്ടുള്ളത്. 1ാം സ്ഥാനത്തുള്ളത് ചൈനയാണ്. ഇനി ഈ ഒരു മത്സരങ്ങൾ നടന്നത് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. മനാമയിൽ വെച്ചാണ് നടന്നത്. മനാമയിൽ വെച്ചിട്ടാണ്, ബഹ്റൈനിലെ മനാമയിൽ വെച്ചിട്ടാണ് 2025 ഏഷ്യൻ യൂത്ത് ഗെയിംസ് നടന്നത്. അപ്പോൾ മെഡൽ ടേബിളിൽ ഒന്നാമത് വന്നിരിക്കുന്നത് ചൈനയാണ്. രണ്ടാമത് വന്നിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. മൂന്നാം സ്ഥാനത്തുള്ളത് കസാക്കിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 6 ആണ്. ഇനി ഒരു വിയോഗം നമുക്ക് നോക്കാം. 2025 നവംബറിൽ അന്തരിച്ച മുൻ US വൈസ് പ്രസിഡന്റ് ആരെന്നാണ്? അപ്പോൾ ഓർത്ത് വെക്കാം, റിച്ചാർഡ് ബ്രൂസ് ചിനിയാണ്. ആരാണ്? റിച്ചാർഡ് ബ്രൂസ് ചിനിയാണ്. അദ്ദേഹത്തെ ഡിക് ചിനി എന്നും അറിയപ്പെടും. അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. 2025 നവംബറിലാണ് അദ്ദേഹം അന്തരിച്ചത്. പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞു? അദ്ദേഹം USന്റെ മുൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇനി അദ്ദേഹം എത്രാമത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. 46ാമത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. USന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ആരാണ്? റിച്ചാർഡ് ബ്രൂസ് ചിനി എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ അദ്ദേഹം ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. USന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് ഈ ഒരു പൊസിഷനിൽ വഹിച്ചിരുന്നത്. 2001 മുതൽ 2009 വരെ ആയിരുന്നു. 2009 വരെയാണ് ഈ ഒരു സ്ഥാനം അദ്ദേഹം വഹിച്ചത്. റിച്ചാർഡ് ബ്രൂസ് ചിനിയാണ്. അദ്ദേഹം അന്തരിച്ചത് 2025 നവംബറിലാണ്. ഇനി വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ന്യൂ SCRT പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയിട്ടുള്ള ഒരു റാങ്ക് ഫയലാണിത്. മാത്രമല്ല PQs മുൻവർഷ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓഫർ പ്രൈസ് ഇപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നമുക്കറിയാം 1600 രൂപയാണ് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത്. 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. ഓഫർ പ്രൈസോടുകൂടി ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇത് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. മുന്നാക്ക വിഭാഗങ്ങളിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കായിട്ടുള്ള കമ്മീഷൻ ചെയർമാൻ ആരെന്നാണ്? അപ്പോൾ ഓർത്തു വെക്കുക, CN രാമചന്ദ്രൻ നായരാണ് ഈ ഒരു കമ്മീഷന്റെ ചെയർമാനായിട്ട് വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 100% അർബുദ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യ നഗരസഭ ഏതെന്നാണ്? കോട്ടയ്ക്കൽ നഗരസഭയാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ 100 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് കൈവരിച്ച പൊതുമേഖലാ ബാങ്ക് ഏതെന്നാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. SBI ബാങ്ക് ആണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. അതിന് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 44ാമത് ഔലോ ഇന്റർനാഷണൽ ചിൽഡ്രൻസ് ആൻഡ് യൂത്ത് ഫിലിം
ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം ഏതെന്നാണ്? സ്കൂൾ ചലേഹം എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് EG ശ്രീകാന്ത് ആണ്. അപ്പോൾ ഈ സിനിമ ഈ ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് പങ്കെടുക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള ഒരേ ഒരു ചിത്രമാണിത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് സാറ്റലൈറ്റ് അധിഷ്ഠിത ഇന്റർനെറ്റ് സേവനങ്ങൾക്കായി സ്റ്റാർലിങ്കുമായിട്ട് കരാർ ഒപ്പിട്ട സംസ്ഥാനം ഏതെന്നാണ്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഒരു കരാറിൽ ഒപ്പിടുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് മഹാരാഷ്ട്ര. ഇനി മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി ആരാണെന്ന് നമുക്കറിയാം. ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. 2025 രൂപീകൃതമായതിന്റെ 100ാം വാർഷികം ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആഘോഷിച്ചു എന്നുള്ള കാര്യമാണ്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആരംഭിച്ചത് 1925ലാണ്. 2008 അതിന്റെ പ്രവർത്തനം അവസാനിക്കുകയും 2009 ഇതിന് പകരമായിട്ട് ഹോക്കി ഇന്ത്യ നിലവിൽ വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു 100ാമത് വാർഷികം ആഘോഷിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. ന്യൂയോർക്കിന്റെ ആദ്യ മുസ്ലിം മേയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ആരെന്നാണ്? സൊഹ്റാൻ മന്ദാനിയാണ്. മാത്രമല്ല അദ്ദേഹം ഒരു ഇന്ത്യൻ വംശജനാണ്. ന്യൂയോർക്കിന്റെ മേയർ ആവുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് അദ്ദേഹം. മാത്രമല്ല ന്യൂയോർക്കിന്റെ മേയർ ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയുമാണ് അദ്ദേഹം. ശേഷം നമ്മൾ നോക്കിയത് ഒരു ചുഴലിക്കാറ്റായിരുന്നു. കൽമേക്കി എന്നുള്ള ചുഴലിക്കാറ്റാണ്. ഏത് രാജ്യത്താണ് വീശിയത്? ഫിലിപ്പൈൻസിലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് കൂടുതലായിട്ടും ബാധകമായിരിക്കുന്നത്. 2025ലാണ് ഈ ഒരു ചുഴലിക്കാറ്റ് വീശിയത് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഉഭയകക്ഷി പ്രതിരോധ ബന്ധങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? ഇസ്രായേലാണ്. അപ്പോൾ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? പ്രതിരോധ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറിലാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. അരുണാചൽ പ്രദേശാണ് വേദിയായിട്ട് വരുന്നത്. പൂർവി പ്രചണ്ഡ് പ്രഹാർ സംയുക്ത അഭ്യാസത്തിന്റെ വേദി എവിടെയാണ്? അരുണാചൽ പ്രദേശാണ്. 2025ലാണ് ഇത്തരത്തിലൊരു സംയുക്ത സൈനിക അഭ്യാസം നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ 3 സേനകളും ഒരുമിക്കുന്ന, അതായത് കരസേന, നാവികസേന, വ്യോമസേനയും ഒരുമിക്കുന്ന ഒരു അഭ്യാസമാണിത് അരുണാചൽ പ്രദേശിൽ വെച്ച് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് 2025 നവംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഹൈഡ്രോഗ്രഫിക് കപ്പൽ ഏതെന്നാണ്? INS ഇഷക് ആണ്. അപ്പോൾ കൊച്ചിയിലാണ് ഈ ഒരു കമ്മീഷനിങ് നടക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ഗെയിം ആയിരുന്നു. അതായത് ഏഷ്യൻ യൂത്ത് ഗെയിംസ് 2025 നമ്മൾ നോക്കിയത്. മെഡൽ ടാലിയിൽ 1ാമത് വന്നിരിക്കുന്ന രാജ്യം ചൈനയാണ്. 2ാം സ്ഥാനത്ത് ഉസ്ബെക്കിസ്ഥാനാണ്. 3ാം സ്ഥാനത്ത് കസക്കിസ്ഥാനാണ്. ഇന്ത്യയുടെ സ്ഥാനം 6ആണ്. ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയായിരുന്നു? ബഹ്റൈനിലെ മനാമയിൽ വെച്ചിട്ടാണ് ഈ ഒരു മത്സരം നടന്നത്. ശേഷം നമ്മൾ ഒരു വിയോഗമാണ് നോക്കിയത്. 2025 നവംബറിൽ അന്തരിച്ച മുൻ US വൈസ് പ്രസിഡന്റ് ആരെന്നാണ്? അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കുക. റിച്ചാർഡ് ബ്രൂസ് ചിനിയാണ്. അപ്പോൾ 2001-2009 കാലഘട്ടത്തിൽ 46ാമത് വൈസ് പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നത്. ജോർജ് ബുഷിന്റെ കാലഘട്ടത്തിലാണ് അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്. 2025 നവംബറിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിന്റെ ഡയറക്ടർ ജനറലായിട്ട് ചുമതലയേറ്റത് ആരെന്നാണ്? ഓപ്ഷൻ എ വി രാമസുബ്രഹ്മണ്യൻ, ഓപ്ഷൻ ബി ഹരിലാൽ സമരിയ, ഓപ്ഷൻ സി സഞ്ജയ് ഗാർഗ്, ഓപ്ഷൻ ഡി ആർ വെങ്കിട്ടരമണി. അടുത്ത ചോദ്യം ഇതാണ്. ഇന്ത്യയിലെ 94ാമത് റാംസർ സൈറ്റ് ഏതെന്നാണ്? ഓപ്ഷൻ എ ഗോകുൽ റിസർവോയർ, ഓപ്ഷൻ ബി ഉദയ്പൂർ തടാകം, ഓപ്ഷൻ സി നാഗിപക്ഷി സങ്കേതം, ഓപ്ഷൻ ഡി ഗോഗാബിൽ തടാകം. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2025 നാവികദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത് എവിടെയെന്നാണ്? അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്. തിരുവനന്തപുരത്ത് വെച്ചാണ് 2025 നാവികദിന ആഘോഷങ്ങൾ നടക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. സ്വച്ഛ് സർവേഷൻ 2025 റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം ഏതെന്നാണ്? അപ്പോൾ ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. മധുരയാണ് ഈ ഒരു റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.